ഒരു അരപ്പള്ളി എന്ന് പറയുന്നൊരു പള്ളി സന്ദർശിക്കുന്നുണ്ടായത്. തമിഴ്നാട്ടിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 60-65 കിലോമീറ്ററോളം വരുമെന്ന് തോന്നുന്നു. തിരുവാങ്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. തിരുവാങ്കോട്, അത് നാഗർകോവിലാണ്, ആ ജില്ലയിലാണ് തിരുവാങ്കോട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ളൊരു സ്ഥാപനമാണ്. 7 പള്ളികൾ സെൻറ്റ് തോമസ് വരുമ്പോൾ, സെൻറ്റ് തോമസ് മാർത്തോമാ ശ്ലീഹ എന്ന് പറഞ്ഞ സെൻറ്റ് തോമസ് ഇവിടെ വരുമ്പോൾ സ്ഥാപിച്ച ഒരു പള്ളിയാണ്. 2000 വർഷത്തോളം പഴക്കമുണ്ട്. AD 63 63 ആണെന്നാണ് ഓർമ്മ. 63-ലാണ് ഈ ദേവാലയം സ്ഥാപിച്ചത്. തിരുവാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അരപ്പള്ളി എന്ന് പറയുന്നത് അരമുറി, ഒരു ചെറിയ പള്ളി പോലെ ആൾക്കാർ വിശ്വസിക്കുന്നത്. അരമുറി പകുതി പള്ളി പോലെ, ഫുൾ പള്ളി ഇല്ലാതുകൊണ്ട് ഒരു കരിങ്കല്ലിൽ തീർത്ത ഒരു ചെറിയൊരു പള്ളിയാണ് അരപ്പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ശരിക്കുമല്ല. നമ്മുടെ ചരിത്രം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. അരജൻ രാജാവ് ദാനമായി കൊടുത്ത് രാജാവിൻ്റെ സഹകരണത്തോടുകൂടി നിർമ്മിച്ച ഒരു സംഭവമാണ് ഈ. അതായത് ചേര രാജാക്കന്മാരുടെ സാമ്രാജ്യം ഉണ്ടായിരുന്ന സമയത്ത് ചേര രാജാക്കന്മാരുടെ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഇന്നലെ ഞാൻ പോയ തിരുവാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ പള്ളി. അങ്ങനെ ചേര രാജാക്കന്മാരുടെയൊക്കെ സഹകരണത്തോടുകൂടി AD 32 ആണെന്ന് തോന്നുന്നു ഈ പള്ളി മാർത്തോമാ ശ്ലീഹായുടെ വരുന്നു. ആ സമയത്ത് സെൻറ്റ് തോമസിൻ്റെ നേതൃത്വത്തിൽ പണിഞ്ഞൊരു പള്ളിയാണെന്നാണ് എൻ്റെ ഓർമ്മ. കൂടുതൽ കരിങ്കൽ സുഖങ്ങൾ ഒരു രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന പഴയ രാജകൊട്ടാരങ്ങളിലേക്ക് മാതൃകയിലാണ്. 2000 വർഷം പഴക്കമുള്ള ഒരു കിണർ അതിൻ്റെ ഒരു കോമ്പൗണ്ടിലുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു പുതുക്കിപ്പണിത ഒരു പ്രതിഷ്ഠോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കവിടെ പോകാൻ സാധിച്ചത്. അതിൻ്റെ ജീർണതയാൽ അത് പലതും പുതുക്കി കാതോലിക്ക ബാവ, ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ഒരു സമർപ്പിത ശുശ്രൂഷയൊക്കെയായിരുന്നു ഇന്നലെ നടന്നത്. അതിനാണ് എനിക്ക് പോകാൻ സാധിച്ചത്. പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണം. ഒരുപാട് പൈതൃക നിർമ്മിതികൾ, 2000 വർഷം പഴക്കമുള്ളൊരു കിണറും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് പോയി കാണണ്ട. ഇത് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായതും അതുപോലെ രോഗസൗഖ്യം ഉണ്ടായതും അവിടുത്തെ എണ്ണ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ അണഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 4-5 തവണ ഞാനവിടെ പോയിട്ടുണ്ട്. പലപ്പോഴും അവിടെ പോയി അകത്ത് നമുക്ക് പള്ളിക്കകത്ത് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 300 സ്ക്വയർ ഫീറ്റ് ഉണ്ടോയെന്ന് തന്നെ തോന്നുന്നില്ല. അത്രയും കരിങ്കല്ലിനാൽ നിർമ്മിതമാണ്. മറ്റു രൂപങ്ങളൊന്നുമില്ല. അന്ന് ചേര രാജാക്കന്മാരുടെ സമയത്ത് അങ്ങനെ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന തിയോളജിയൊക്കെ ഫോം ചെയ്ത് വരുന്നതിന് മുമ്പുള്ളതിനാൽ ഒരു കൽക്കുരിശ് ഉണ്ട്. പിന്നെ മറ്റു രൂപങ്ങളോ അങ്ങനെയുള്ള സാധനമില്ല. പക്ഷേ എൻട്രൻസിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു 2 മാലാഖമാരുടെയും ബിലാസയുടെയും ഒരു കുരിശിൻ്റെയൊക്കെ പടം ഒഴിച്ചാൽ ഇപ്പോൾ ആധുനിക തിയോളജി കാണുന്ന പടങ്ങളോ ഒന്നും അതിനകത്തില്ല. ശരിക്കും പറഞ്ഞാൽ കല്ലാണ്, കരിങ്കല്ലാണ്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു മാമോദീസ തൊട്ടി, കുഞ്ഞുങ്ങളെ സ്നാനം ചെയ്യാനുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഒരു മാമോദീസ തൊട്ടിയുണ്ട്. അതുപോലെ കരിങ്കല്ലിലാണ് നിർമ്മിത മനോഹരമായ പള്ളി. അകത്ത് കയറുന്ന നല്ല തണുപ്പാണ്. കൂടിപ്പോയാൽ 30-40 പേർക്ക് നിൽക്കാൻ തോന്നും. അത്രയൊക്കെ ഉള്ളൂ പള്ളിയുടെ അകത്ത്. പിന്നെ അവസാനം അപ്പുറത്തൊക്കെ ഒരു പൈതൃക തീർത്ഥാടന കേന്ദ്രവും കാര്യങ്ങളൊക്കെ പള്ളിയുടെ കോമ്പൗണ്ടിൽ പണിതിട്ടുണ്ട്. തീർത്ഥാടകർക്കടവും താമസിക്കാനൊക്കെ ചെറിയ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കണ്ടിരിക്കേണ്ട ഒരു ചേര രാജ്യത്തിൻ്റെ രാജാക്കന്മാരെ സഹായത്താൽ ചെയ്യണ അരജപ്പള്ളി അല്ലെ അരപ്പള്ളി. ഇത് തോമയാർ കോവിൽ എന്നാണ് അവിടുത്തെ നാട്ടുകാർ എന്നെ വിളിക്കുന്നത്. തോമയാർ കോവിൽ പ്രാർത്ഥിക്ക് വരും. ഒരുപാട് തമിഴ് ജനങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. നമ്മുടെ മലയാളികളുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ കീഴിലായതുകൊണ്ട് ഓർത്തഡോക്സ് വിശ്വാസികൾ എല്ലാ ഞായറാഴ്ചകളിലും പ്രധാനപ്പെട്ട പെരുന്നാൾ ദിവസങ്ങളിലും എല്ലാം ഇവിടെ കുർബാന അർപ്പിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളും യൂഷ്വൽ കുർബാനകളും ഒക്കെ ഉണ്ട്. നിങ്ങളൊന്ന് കണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഇത്. പ്രത്യേകിച്ചും നിങ്ങളവിടെ പോയി, എനിക്ക് പ്രാർത്ഥനയിലൊക്കെ വിശ്വാസങ്ങളാണ്. എപ്പോഴും അവിടെ പോയിരിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചതും നമുക്കൊരു മനസ്സൊക്കെ ശാന്തമാകുന്നതുമായ ഉഗ്രൻ അന്തരീക്ഷം. അത് പറയാതിരിക്കാൻ ഒത്തിരി ഒരു ധ്യാനാത്മകമാവും. മനസ്സൊക്കെ വളരെ കോൺസെൻട്രേറ്റ്. ആ പള്ളി കുറച്ച് സമയം വന്നിരിക്കുമ്പോൾ ചെറിയ പള്ളിയാണ്. നമുക്കതിനകത്ത് കുനിഞ്ഞു തന്നെ കാരണം അല്ല തലമുട്ട് ഇറങ്ങിയൊക്കെ പോകുമ്പോൾ അത്ര കൽനിർമ്മിതിയിലാണ്. മൊത്തം കരിങ്കല്ലിലാണ്. പഴയ രാജകൊട്ടാരങ്ങളിൽ രാജാവിൻ്റെ സഹായത്തോടു കൂടി തന്നെ വെച്ചാന്ന് തോന്നുന്നു. അത്രയും രാജ്യനിർമ്മിതികളൊക്കെ ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞ മറ്റു രൂപങ്ങളൊന്നും തന്നെ ഇല്ല. ആകെപ്പാടെ ഒരു കുരിശുണ്ട്. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഒരു കുരിശ് തന്നെയുണ്ട്. അതിൽ തൊട്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനുഗ്രഹത്തിന് കാരണമാകുന്നുണ്ട്. ആ കൽക്കുരിശ് മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതൊക്കെ പഴയ 2000 വർഷം പഴക്കമുള്ള സാധനമാണ്. പൈതൃക നിർമ്മിതിയിലൊക്കെ പെടുന്നതാണ്. അതിൻ്റെ മച്ച് ദ്രവിച്ചതിനാൽ ഒന്ന് പുതുക്കി പണിത് കാതോലിക്ക ബാബ അതിനൊന്ന് പുനഃപ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിശ്വാസികളായ ആൾക്കാർ നമ്മുടെ തിരുവനന്തപുരമൊക്കെ സന്ദർശിക്കാൻ വരുമ്പോൾ നരപ്പള്ളിയിലേക്ക് പോകാതെ സ്ഥിരമായിട്ട് വൈദികരുമൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. നിങ്ങൾക്കൊന്ന് പോയി കാണാം. നമ്മുടെ 7 അരപ്പള്ളി 7 പള്ളികളാണ് സാധിച്ചത്. അതിൽ അവസാനം 7 അരപ്പള്ളി എന്ന് പറഞ്ഞാൽ അരപ്പള്ളി 7 പള്ളികൾ നേരിട്ടുണ്ട്. 7 പള്ളികളാണ് മാർത്തോമാ ശ്ലീഹ, അതായത് സെൻറ്റ് തോമസ് ഇവിടെ AD 32 വന്ന് സ്ഥാപിച്ച പള്ളികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യനായിരുന്നു.
അതിൽ അര എന്ന് പറഞ്ഞാൽ അരപ്പള്ളിയാണ്. പല മറ്റ് 7 പള്ളികളും പല നമ്മുടെ സഭയിലും ഓർത്തഡോക്സ് സഭയിലും മറ്റ് സഭകളിലും ഒക്കെ ആയിട്ടുണ്ട്. ഈ അരപ്പള്ളി പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ കീഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളൊന്ന് കാണണം. എൻ്റെ യൂട്യൂബ് വരിക്കാർക്ക് ഈ ഒരു അറിയിപ്പ് നൽകാൻ പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു. ഇന്നലെ അതിൻ്റെ പ്രതിഷ്ഠോത്സവവും അതിനെ സമർപ്പിക്കുന്നതിൻ്റെ പുതുക്കിപ്പണിത പ്രതിഷ്ഠോത്സവമൊക്കെ ഉണ്ട്. ഇന്നലെ നടക്കുകയായിരുന്നു. പഴയ ചേര രാജാക്കന്മാരുടെ കാലത്ത് സ്ഥാപിച്ച ഈ പള്ളി ചേര രാജാക്കന്മാരുടെ അനുഗ്രഹത്താൽ ഇന്ന് ക്രിസ്ത്യാനികളെ വിശ്വസിച്ച് അവർക്ക് കൊടുത്ത ഒരു പള്ളി, അതാണ് ഈ അരപ്പള്ളി എന്ന് പറയുന്നത്. അത് ഒരു പൈതൃക തീർത്ഥാടന കേന്ദ്രമാണ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ പോയി കാണുക. ചെറിയൊരു ഷോർട്ട് വീഡിയോ കഴിഞ്ഞത് ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ പോവുക, സന്ദർശിക്കുക. തിരുവനന്തപുരത്തുകാർ പ്രത്യേകിച്ചും പോവുക, അവർക്ക് തൊട്ടടുത്തൊരു സ്ഥലമാണ്. ഇതൊരു അനുഗ്രഹമായിരിക്കും എന്ന് മാത്രം ഉത്ബോധിപ്പിക്കുന്നു. ഇത് നമ്മുടെ ഒരു പൈതൃകങ്ങൾ നിലനിർത്തേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ബ്രിട്ടീഷുകാർ പലപ്പോഴും പൈതൃകങ്ങളെ തൊടില്ല. അത് അതുപോലെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മാത്രം ഉത്ബോധിപ്പിക്കുന്നു.